ഇന്ത്യ വളർന്നു വരുന്ന ഒരു വൻ ശക്തി ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ നാറ്റോയും യൂറോപ്യൻ യൂണിയനുമെല്ലാം രംഗത്തെത്തുകയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു നിലപാടിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. അക്ഷരാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനെതിരെ ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഊർജ്ജ വ്യാപാരത്തിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇരട്ട നിലവാരം സ്വീകരിച്ചതിന് യൂറോപ്യൻ യൂണിയനെ ശക്തമായി ഇപ്പോൾ ഇന്ത്യ വിമർശിച്ചിരിക്കുകയാണ്. ഇരട്ട നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടത്താപ്പ് നയം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. എതിരെ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ നിരസിച്ചു. 18ാമത് ഉപരോധ പാക്കേജ് പ്രകാരം ഗുജറാത്തിലെ വാഡിനാർ റിഫൈനറിയെ EU ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നൈറ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ റിഫൈനറി നടത്തുന്നത്. റഷ്യൻ എണ്ണ കമ്പനിയായിട്ടുള്ള റോസ് നെഫ്റ്റിന് റിഫൈനറിയിൽ 49.13% ഓഹരിയുണ്ട്. റഷ്യക്കെതിരെ പ്രത്യേകിച്ച് അതിൻ്റെ ഊർജ്ജ വ്യാപാരത്തിൽ പുതിയ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ്റെ പ്രഖ്യാപനത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇന്ത്യ ഏകപക്ഷീയമായ നിയന്ത്രണ നടപടികളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു: യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ ഉപരോധങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഒരു ഏകപക്ഷീയ ഉപരോധങ്ങളെയും പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള രാജ്യമാണ്. ഞങ്ങളുടെ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ പൂർണ്ണമായും പാലിക്കുന്നു. നമ്മുടെ പൗരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റുന്നതിന് യൂർജ്ജ സുരക്ഷ അത്യാവശ്യമാണ്. ഊർജ്ജ വ്യാപാരത്തിലെ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രസ്താവന യൂറോപ്യൻ യൂണിയൻ്റെ നീക്കത്തോടുള്ള പ്രതികരണം മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യാപാര നയത്തിൽ നിന്നുള്ള സന്ദേശം കൂടിയാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും റഷ്യയുടെ അസംസ്കൃത എണ്ണ ഊർജ്ജ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ജൂലൈ 16 റഷ്യക്കെതിരായിട്ടുള്ള 18ാമത് ഉപരോധ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യൻ അസംസ്കൃത എണ്ണയുടെ പരമാവധി വില ബാരലിന് $60 നിന്ന് $47.6 കുറയ്ക്കുന്നതും അതുവഴി റഷ്യയുടെ വരുമാനം കുറയ്ക്കുന്നതും പാക്കേജിൽ ഉൾപ്പെടുന്നു. കൂടാതെ യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ്, അതായത് പഴയ ടാങ്കറുകളുടെ ഒരു ഫ്ലീറ്റ്, ഇന്ത്യൻ റിഫൈനറി, നൈറ എനർജി എന്നിവയെ ഉപരോധ പട്ടികയിൽ ചേർത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഉപരോധ പട്ടികയ്ക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്രവും ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.